CPM-ന്റെ ഇക്കാര്യത്തിലെ നിലപാടിനെയും നിലപാടില്ലായ്മയെയും എങ്ങനെ കാണണം? സജി ചെറിയാൻ അദ്ദേഹം കടത്തി പറയുന്ന ആളാണ്. പലപ്പോഴും പറയുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പൂർണ്ണമായ ബോധ്യമുണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നാറുണ്ട്. ഭരണഘടനയെക്കുറിച്ച് മുമ്പ് പറഞ്ഞതൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. അദ്ദേഹം ഇന്നലെ പറഞ്ഞു, ഇന്നത് തിരുത്തുന്നില്ല. CPM നേതാക്കൾ അത് തള്ളുന്നുമില്ല, കൊള്ളുന്നുമില്ല. ഈ ഒരു ഇലക്ഷന്റെ സന്ദർഭത്തിൽ തിരിച്ചടി ഉണ്ടാവുന്ന ഒരു പരാമർശം വന്നാൽ സാധാരണ നിലയിൽ എയർ ക്ലിയർ ചെയ്യാൻ നേതാക്കൾ ശ്രമിക്കേണ്ടതാണ്. ഈ കാര്യത്തിൽ അതുമില്ല. നമ്മൾ ഇതിനകത്ത് നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? മുസ്ലിം വോട്ട് വലിയ തോതിൽ നഷ്ടപ്പെടും, അതിനെന്തായാലും എന്തൊക്കെ ചെയ്താലും കിട്ടാൻ പോകുന്നില്ല എന്ന് ബോധ്യമായിട്ട് എന്നാൽ പിന്നെ വേറെ എന്തെങ്കിലും കിട്ടട്ടെ എന്ന ലൈനിലേക്ക് തുറന്നു ചോദിച്ചാൽ അങ്ങനെ പോകുന്നുണ്ടോ CPM? തീർച്ചയായും അങ്ങനെ പോകുന്നുണ്ടോ എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സജി ചെറിയാൻ ഇപ്പോൾ പറഞ്ഞത് മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശനെ പൊക്കിക്കൊണ്ട് നടക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹിന്ദു വോട്ടുകൾ പരമാവധി കിട്ടാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ മറ്റൊരു വിഭാഗമാക്കിയിട്ട് അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ള ബോധ്യത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സജി ചെറിയാൻ പറഞ്ഞ കാര്യത്തിന് മുമ്പേ നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയ നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ മുഖ്യമന്ത്രി ഈ അദ്ദേഹത്തിനെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിച്ചത് എപ്പോഴാണ്? മഞ്ചേരി പ്രസംഗം. വെള്ളാപ്പള്ളി നടേശൻ മഞ്ചേരിയിൽ അതിവർഗീയമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിനെ ആദരിക്കുന്ന ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും ഉത്തമ ശിഷ്യനായിട്ടൊക്കെ അദ്ദേഹം പ്രകീർത്തിച്ചത്. അത് നമുക്ക് വളരെ അറിയാലോ. സാധാരണഗതിയിൽ നോക്കിയാൽ വെള്ളാപ്പള്ളി നടേശനെ പോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വങ്ങൾ അല്പമെങ്കിലും മനസ്സിലാക്കുന്ന ആളുകൾക്ക് വെള്ളാപ്പള്ളി നടേശന് അതെന്താണെന്ന് അറിയില്ല. അത് കടലെന്താണ്, കടലാടി എന്താണെന്ന് അറിയാത്ത രൂപത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വങ്ങളെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാത്ത ആ മനുഷ്യനാണെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പ്രകീർത്തിക്കേണ്ട കാര്യമുണ്ടോ? തൊട്ട് മുമ്പേ ഈ മഞ്ചേരിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒരു പ്രകോപനവുമില്ലാതെ ആണ് അദ്ദേഹം അതിരൂക്ഷമായിട്ട് മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞത്. പിന്നീട് അത് മുസ്ലിം ലീഗിനെതിരെ മുസ്ലിം ലീഗ് ഒരു പാർട്ടിയാണല്ലോ. പാർട്ടിയേക്കാൾ കൂടുതൽ മുസ്ലിം സമുദായത്തിന് കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കൊടുത്തതിനെ കുറിച്ചാണല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈഴവന്മാർക്ക് കിട്ടുന്നില്ല, ഈഴവന്മാർക്കും തീയന്മാർക്കും കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാതി. അപ്പോൾ അത് സാമുദായികമായ വിഭജനം വെച്ചുകൊണ്ട് പറഞ്ഞതാണ്. എന്നിട്ടും അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്ന കാര്യം കാറിൽ കയറ്റിയതിന് ഞാൻ ഇത്ര ഗംഭീരമായിട്ടൊന്നും ഇപ്പോൾ കാണുന്നത്, കാരണം അത് സ്വാഭാവികമായ നടപടിയാണ്. പക്ഷെ അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്നു, അദ്ദേഹത്തെ ആദരിക്കുന്നു, ഇദ്ദേഹം വളരെ ഉത്തമനായിട്ടുള്ള മനുഷ്യനാണ്, ഇദ്ദേഹം മതേതരത്വത്തിൻ്റെ പ്രതീകമാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ സജി ചെറിയാൻ അവസാനം പറഞ്ഞു ഇത് തന്നെയാണ്. സജി ചെറിയാൻ ഞാൻ സജി ചെറിയാൻ പറഞ്ഞതിന് ശേഷവും ഈ കാസർഗോഡ് നിന്ന് ജയിച്ച ആളുകളുടെയും മലപ്പുറത്ത് ജയിച്ച ആളുകളുടെയും തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അതിനു മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അതിനു മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഒക്കെ ജയിച്ച ആളുകളുടെ കണക്കൊക്കെ എടുത്തു നോക്കി. അതിൽ അവരുടെ പേരിന് പിറകിൽ ഇവർ ഭീകരവാദികളാണെന്നോ അല്ലെങ്കിൽ തീവ്രവാദികളാണെന്നുള്ള ഒരു എഴുത്തും കണ്ടില്ല. അവർ ചില സമുദായത്തിൽ പെട്ട ആളുകളായിരിക്കും. ഇനി സജി ചെറിയാൻ പറയുന്നത് ശരിയാണെന്ന് വെക്കുക, അവിടെ ഈ 2 ജില്ലകളിൽ നിന്നും ജയിച്ചിട്ടുള്ളത് മുഴുവൻ ഒരു 90% മുസ്ലിങ്ങളാണ് എന്ന് വെച്ചാൽ അവരാണ് ജയിച്ച ആളുകൾ. അവരെ എതിരിട്ട ആളുകളോ? വളരെ കൃത്യമായിട്ട് ആ കണക്കുകൂടി സജി ചെറിയാൻ പറയണം. അവരെ എതിരിട്ട് കൃത്യമായിട്ടും ഇതേപോലെ മുസ്ലിം സ്ഥാനാർത്ഥി മുസ്ലിങ്ങളെ തന്നെ നിർത്തിയിട്ടുണ്ട്. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഞാൻ നിൽക്കുന്ന ബേപ്പൂർ മണ്ഡലത്തിൽ ഒരു കാലത്ത് ചാത്തുണ്ണി മാഷായിരുന്നു. അത് അദ്ദേഹം തുടർച്ചയായി ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. അവിടെ പിന്നീട് 77 തെരഞ്ഞെടുപ്പിൽ NP മൊയ്തീൻ ജയിക്കുന്നു. NP മൊയ്തീൻ ജയിച്ചതിന് ശേഷം കൗതുകരമായിട്ട് പിന്നീട് 2 വിഭാഗക്കാർ അവിടെ മുസ്ലിങ്ങളെ മാത്രം നിർത്തുന്നു. ഏതെങ്കിലും കാലത്ത് UDF മുസ്ലിങ്ങളെ നിർത്തിയിട്ട് ഈ തീവ്രവാദികളൊപ്പം കൊണ്ടു നടക്കുന്നു പറയുകയാണെങ്കിൽ അതിനുശേഷം എപ്പോഴും ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ അവിടെ മുസ്ലിം സ്ഥാനാർത്ഥി അല്ലാതെ നിർത്തിയിട്ടുണ്ടോ CPM? അപ്പോൾ ഇത് നോക്കി തന്നെയാണ് എല്ലാവരും നിർത്തുന്നത്. അപ്പോൾ സജി ചെറിയാൻ പറഞ്ഞത് അനാവശ്യമായ കാര്യമാണ്. ഒരിക്കൽ പോലും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ് ഇത്. താങ്കൾ പറഞ്ഞ പോലെ കൃത്യമായ ലക്ഷ്യത്തോട് കൂടിയിട്ട് ഇവിടെ നിന്നുള്ള വോട്ട് ചോർന്നാലും അവിടെ നിന്നുള്ള വോട്ട് പോരട്ടെ എന്ന രീതിയിലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി.